ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഗ്രാറ്റുവിറ്റീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിന് പല കണ്ടീഷൻസും ഉണ്ട്. ആ വ്യക്തി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രകാരം കവർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്തൊരു വ്യക്തിയാണോ, അതിനനുസരിച്ചിട്ടാണ് ആ കണ്ടീഷൻ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഗ്രാറ്റുവിറ്റിയുടെ 2 കണ്ടീഷൻസും കവർ ചെയ്യുന്ന ഓരോരോ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ആ പേഴ്സൻ്റെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇഫ് ഹി ഈസ് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അതുപോലെ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, ഈ 2 കേസിലുള്ള ടാക്സബിൾ ഗ്രാറ്റുവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ ആ വ്യക്തിയുടെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പീരീഡ് ഓഫ് സർവീസ് 35 years and 9 months എന്ന് തന്നിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ഡേറ്റ് 3rd 6th 2019 തന്നിട്ടുണ്ട്. ബേസിക് സാലറിയും DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നിരിക്കുന്നത് HRA ആണ് കേട്ടോ. 2000 പെർ മന്ത് തന്നേക്കുന്നത്. HRAയുടെ ഒരു കേസ് നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റിൻ്റെ കേസും പറയുന്നുണ്ട്. 2000 പെർ മന്ത് ഫോൾസ് ഡ്യൂ ഓൺ 1st January എവറി ഇയർ എന്ന്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ ത്രൂ ഔട്ട് ഇയറിൽ വ്യക്തിക്ക് സെയിം സാലറി അല്ല കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ 10 months ആവറേജ് സാലറി കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അപ്പോൾ അവിടെ 3 കണ്ടീഷൻസിലെ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി നമുക്കറിയാം 11,23,000 ആണ്. അടുത്തതെന്ന് പറയുന്നത് 15 days സാലറി ആണ്. ഒരു ഇക്വേഷൻ ഉണ്ട്, സാലറി ഇൻറ്റു 15/26 ഇൻറ്റു പീരീഡ് ഓഫ് സർവീസ്. ഇവിടെ സാലറി നമുക്കറിയാം, ഈ കേസിൽ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ബേസിക് സാലറി പ്ലസ് DA ആണ് എടുക്കുക. DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 75,000 ബേസിക് സാലറിയും DA നമുക്ക് 12,000 തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 87,000 കിട്ടുക. അപ്പോൾ 87,000 ഇൻറ്റു 15/26 ഇൻറ്റു പീരീഡ് ഓഫ് സർവീസ്, ഈ കേസിൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ 35 years and 9 months എന്നാണ് പറയുന്നത്. അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 36 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80,06,923 കിട്ടും. അപ്പോൾ ഈ 3 എമൗണ്ട് നമുക്ക് കിട്ടി. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി കിട്ടി, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ഉണ്ട്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് സാലറി ഇൻറ്റു 15/26 ഇൻറ്റു പീരീഡ് ഓഫ് സർവീസ്, അപ്പോൾ 18,06,923 ആ എമൗണ്ട് കിട്ടി. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 11,23,000 ആണ്. ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എമൗണ്ടാണ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി. സാധാരണ പോലെ നമ്മൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ഈ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ഡിഡക്റ്റ് ചെയ്യുക. 11,23,000 നിന്ന് അതാണ് ആക്ച്വൽ റിസീവ്ഡ്, അതിൽ നിന്ന് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി നമുക്ക് കുറയ്ക്കാം. അപ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ലീസ്റ്റ് വന്നത് അല്ലേ. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെയും നമ്മൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. അതിലെ ലീസ്റ്റാണ് നമുക്കറിയാം. ഫസ്റ്റത്തെ പോലെ തന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും അത് രണ്ടും ഒരുപോലെയാണ്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് 1/2 months സാലറി ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months. അതായത് ആവറേജ് സാലറി ഒരു 10 മാസത്തെ നമ്മൾ കാണണം. ഇതിൻ്റെ ഹാഫ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാലറിയിലൊരു ചേഞ്ച് വരുന്നുണ്ട്, അതായത് ഒരു ഇൻക്രിമെൻ്റ് വരുന്നുണ്ട് എല്ലാ ജനുവരിയിലും. ഇവിടെ നമുക്ക് പ്രിസീഡിങ് 10 months റിട്ടയർമെൻറ്റ് വരുന്ന അതിന് തൊട്ട് മുൻപ് 10 മാസത്തെ ആവറേജ് സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 3rd 6 ജൂൺ 2019 ആണ്. അപ്പോൾ നമുക്ക് ജൂൺ 3 റിട്ടയർ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആ ജൂൺ കൂട്ടണ്ട. അപ്പോൾ അതിന് തൊട്ട്
10 മാസം എന്ന് പറയുമ്പോൾ മെയ് തൊട്ട് ബാക്കിലേക്ക് 10 മാസം നോക്കണം. ഓഗസ്റ്റ് തൊട്ട് മെയ് വരെ ആയിരിക്കും ആ 10 മാസം വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഓഗസ്റ്റ് തൊട്ട് മെയ്യിൽ ജനുവരിയിൽ എപ്പോഴും എന്ത് വരുന്നുണ്ട്, ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ ഒരു സാലറിയും ഇനി ജനുവരി ടു ബാക്കിയുള്ള മെയ് മാസം വരെ മറ്റൊരു സാലറി ആയിരിക്കും. ഫോൾ ദ സാലറി ഫ്രം ഓഗസ്റ്റ് ടു ഡിസംബർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ 5 മന്ത്സ് ആണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ 5 മന്ത്സ് ആയി. പിന്നെ ജനുവരിയിൽ ഇൻക്രിമെൻറ്റ് വരാണ്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 മന്ത്സും. ഓക്കെ, ബേസിക് സാലറി 75,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 75 ഇൻക്രിമെൻ്റ് എല്ലാം കിട്ടിയതിന് ശേഷമുള്ള സാലറി ആയിരിക്കും. അപ്പോൾ ജനുവരി തൊട്ട് മെയ് വരെയാണ് ആ 75,000 × 5 3,75,000 കിട്ടുക. അപ്പോൾ അതിന് മുൻപ് ആൾക്ക് ഇൻക്രിമെൻ്റ് ഇല്ല, 2,000 രൂപ കുറവായിരിക്കും. അപ്പോൾ 73,000 × 5 3,65,000 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7,40,000 കിട്ടും 10 മാസത്തെ സാലറി. ഇനി 10 മാസത്തെ സാലറിയുടെ ആവറേജ് കാണണം. നമുക്കറിയാം ഈ കിട്ടിയേക്കുന്ന സാലറീനെ ബൈ 10 ചെയ്യുമ്പോൾ 74,000 കിട്ടും. 74,000 എന്ന് പറയുന്നത് 10 മാസത്തെ ആവറേജ് സാലറിയാണ്. നമുക്കിവിടെ ഒരു മാസത്തെ ആവറേജ് സാലറിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ 74,000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 7,400 കിട്ടും. ഒരു മാസത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് 7,400. ഇനി ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ കമ്മീഷൻ ആസ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആഡ് ചെയ്യുന്നതാണ് അല്ലേ, HRAയുടെ പോലെയാണ്. അപ്പോൾ നമുക്ക് സാലറി 7,400 കിട്ടി, പ്ലസ് DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് 1,200 ആണ് കേട്ടോ. അപ്പോൾ ഈ 7,400ഉം 1,200ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 86,000 സാലറി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ കണ്ടീഷനിൽ ഈ സാലറിയുടെ അവിടെ ഈ 86,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കണ്ടീഷനിൽ 86,000 × 1/2 × പീരീഡ് ഓഫ് സർവീസ്. പീരീഡ് ഓഫ് സർവീസ് ഇവിടെ ഫ്രാക്ഷൻ കൂട്ടില്ല. അപ്പോൾ 35 വർഷം 9 മാസം എന്ന് പറഞ്ഞാൽ ആ 35 എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് 15,05,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റി നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അത് ഇവിടെ നമുക്കറിയാം 11,23,000 ആണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh. പിന്നെ വരുന്നത് ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ 10 പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ തന്നെ ആ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ സാലറി കണ്ടുപിടിക്കും. ദെൻ അതിൻ്റെ ആവറേജ് കാണും ഡിവൈഡഡ് ബൈ 10 വെച്ചിട്ട്. ദെൻ ഒരു മാസത്തെ സാലറിയാണ് എടുക്കുക. അതിൻ്റെ കൂടെ DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ കമ്മീഷൻ ആസ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. × 1/2 × പീരീഡ് ഓഫ് സർവീസ്. പീരീഡ് ഓഫ് സർവീസിൽ ഫ്രാക്ഷൻ എടുക്കില്ല. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിൽ ലീസ്റ്റ് ഓഫ് ദ 3 നമ്മൾ ലീസ്റ്റ് ഓഫ് ദ 3 എന്ന് പറയുന്നത് 11,23,000 ആണ്. അത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയാണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റിയും സെയിം എമൗണ്ട് ആണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ഈ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി കുറയ്ക്കുമ്പോൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി നില്ലായിട്ട് നമുക്ക് കിട്ടും. എന്ന് വിചാരിക്കുന്നു ഗ്രാറ്റുവിറ്റി. അപ്പോൾ 3 പ്രോബ്ലമാണ് ഞാൻ തന്നിട്ടുള്ളത്. അത് നന്നായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.